ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടുന്ന പരമ്പരയുടെ സൂപ്പർ അപ്കമിംഗ് വിശേഷത്തിലേക്ക് സ്വാഗതം. അതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ യാത്രയിലാണ്. എങ്കിലും സുഭാഷിൻ്റെയും നിധിയുടെയൊക്കെ കഥ പറയാതിരിക്കുവാൻ കഴിയത്തില്ല. വളരെ രസകരമാകുന്ന അല്ലെങ്കിൽ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നികേഷിന് മനസ്സിലായി തൻ്റെ അമ്മ സുഭാഷ് ഏട്ടൻ്റെയും സുധീഷിൻ്റെയും ഹരീഷിൻ്റെയും അമ്മയല്ല, ഭാസ്കറിൻ്റെ രണ്ടാം വിഭാഗത്തിലുണ്ടായതാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ വീട് വിട്ട് ഇറങ്ങി ഏകാന്തമാകുന്ന ഒരു കടൽ തീരത്ത് പോയി എന്ത് ചെയ്യണമെന്നറിയാതെ പലതും ചിന്തിച്ചുകൊണ്ട് ഒരു പക്ഷെങ്കിൽ ആത്മഹത്യ അല്ലെങ്കിൽ തനിക്കിനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ തൻ്റെ ആരുമല്ല എന്നൊരു തോന്നൽ, സുഭാഷും സുധീഷും ഹരീഷൊന്നും തൻ്റെ ആരുമല്ല എന്നൊരു തോന്നൽ, ആ വീട് തൻ്റെ അല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ജീവിക്കണമോ മരിക്കണമോ എന്ന് തോന്നി നിൽക്കുന്ന ചില സാഹചര്യത്താണ് സുഭാഷും ഓടിച്ചെന്ന് നികേഷിനെ കണ്ടുപിടിക്കുകയും അവരുടെ മനസ്സിൽ എപ്പോഴും നികേഷ് തൻ്റെ അനിയൻ തന്നെയാട്ടോ. രണ്ടമ്മയാണെങ്കിലും ഒരച്ഛന് പിറന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു തിരിച്ചു വ്യത്യാസം കാണിക്കാതെയാണ് സുഭാഷും അതുപോലെ സുധീഷൊക്കെ നികേഷിനോട് ഇടപെട്ടത്. പക്ഷെങ്കിൽ തനിക്ക് ആ തിരിച്ചറിവ് നേടിയതിന് ശേഷം തൻ്റെ അമ്മയല്ല അവരുടെ അമ്മയെന്ന് മനസ്സിലാക്കിയതിന് ശേം താൻ അവരുടെ ആരുമല്ല എന്നൊരു തോന്നൽ തനിക്കുണ്ടാകുകയാണ്. അങ്ങനെയാണ് കടൽ തീരത്ത് പോയി ജീവിക്കണമോ അതോ മരിക്കണമോ എന്ന് ചിന്തിച്ചിങ്ങനെ വളരെ സങ്കടത്തോടു കൂടി നിൽക്കുന്ന കാഴ്ച കാണുന്ന ഒടുവിൽ സുധീഷ് ചെന്ന് കണ്ടുപിടിക്കുക. സുധീഷ് കണ്ടുപിടിച്ചതിന് ശേഷം അവിടെ വലിയൊരു ഷോ കാണിക്കാതെ സുധീഷ് എന്താടാ ഇവിടെ വന്നിരിക്കുന്നത്, സമയം എത്രയായി എന്നൊക്കെ ചോദിച്ച് നികേഷിനെ കൂളാക്കി മാറ്റുകയും അതിനുശേഷം നീ എന്തിനാണ് ഒടുവിൽ സംസാരിക്കുന്നതിനിടയിൽ നികേഷ് പറയുന്നുണ്ട്, എങ്കിലും ഏട്ടാ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, നമ്മുടെ അമ്മയൊന്നല്ല എന്നെനിക്ക് അറിഞ്ഞപ്പം മുതൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ ആ വീട്ടിൽ ആരുമല്ല എന്നെനിക്ക് തോന്നലുണ്ടാകുക സുധീഷേട്ടാ എന്ന് പറയാം. എടാ നീ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കാമോ, നിന്റെ ചേട്ടനെ സുഭാഷ് ചേട്ടനല്ലടാ നമ്മുടെ എല്ലാം, അച്ഛനും അമ്മയും എല്ലാം, അദ്ദേഹത്തെ നിനക്ക് മറന്നു കളയാൻ പറ്റുമോ? അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇന്ന് ഓർത്തു നോക്കി, എത്രത്തോളം വെപ്രാളത്തിലാണ് പുള്ളിക്കാരൻ. നിന്നെ കാണാത്തതുകൊണ്ട് സുഭാഷേട്ടൻ നിന്നെ കാണാത്തതുകൊണ്ട് തന്നെ എന്ത് വെപ്രാളത്തിലാണ് നടക്കുന്നതെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചപ്പോൾ സുഭാഷിൻ്റെ പേര് പറഞ്ഞപ്പോൾ നികേഷ് ചോദിക്കുക, സുഭാഷേട്ടൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ നീ അങ്ങോട്ട് നോക്കാൻ പറയുമ്പോൾ നികേഷിനെ കണ്ടുപിടിച്ചതിൻ്റെ ആ സങ്കടത്തിലും സന്തോഷത്തിലും അല്ലെങ്കിൽ എന്തുവാണെന്നറിയത്തില്ല ഒരു പ്രത്യേക ഫീലിങ്ങിൽ ആ മണൽ തീരത്ത് നിലത്ത് കുത്തിയിരുന്ന അല്ലെങ്കിൽ വളരെ സങ്കടത്തോടു കൂടി മുട്ടുകുത്തിയിരിക്കുന്ന ആ സുഭാഷേട്ടനെ നികേഷ് കണ്ടെത്തുക കാണുക. ഈ സമയത്ത് പെട്ടെന്ന് നികേഷ് സുഭാഷിനെ കണ്ട് ഓടി അവിടെ നിന്ന് ചാടി എണീറ്റ് ഓടിച്ചെന്ന് സുഭാഷേട്ടനെ കെട്ടിപ്പിടിക്കുകയും അവർ രണ്ട് പരസ്പരം പൊട്ടിക്കരയുകയും ചെയ്യുന്ന ഒരു ഭാഗങ്ങളൊക്കെ വരും ദിവസത്തെ എപ്പിസോഡിൽ കാണാം. അതിനുശേഷം കാണുന്നത് സുഭാഷ് പറയാം, എന്തിനാണ് മോനെ, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നിന്നെ കാണാതെ ആരൊക്കെ എത്രത്തോളം വിഷമിച്ചെന്നറിയാമോ, നിൻ്റെ നികേഷും ഹരീഷും നിൻ്റെ ഏട്ടത്തി പോലും എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടെന്നറിയാമോ, നിൻ്റെ ഏട്ടത്തിയാണ് പറഞ്ഞത് നീ ഇവിടെ കാണാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് നിന്നെ ഇവിടെ വന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചതെന്ന് പറയുകയും നീ ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല, നമ്മളല്ല ഒന്നല്ലടാ, നിൻ്റെ അമ്മ അങ്ങനെ രണ്ടമ്മയാണെങ്കിലും ഞാനല്ലടാ നിന്നെ വളർത്തിയത്, എനിക്ക് നീ അനിയനല്ലേ എന്ന് ചോദിച്ച് ആശ്വസിപ്പിച്ച് നികേഷിനെ അവിടുന്ന് കൊണ്ടുപോകുന്നൊരു ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. വളരെ സങ്കടത്തോടു കൂടിയാണ് ഇത്. പെട്ടെന്ന് സുധീഷ് ഈ സമയത്ത് നിധിയെ വിളിച്ചറിയിക്കുകയാണ്, നികേഷിനെ കിട്ടിയിട്ടുണ്ട്. നിധി പറഞ്ഞ സ്ഥലത്ത് തന്നെ അവനുണ്ടായിരുന്നു, എങ്ങനെയാണ് ഇതൊക്കെ നിധിക്ക് മനസ്സിലായത് എന്ന് ചോദിക്കുകയും അപ്പോൾ നിധി പറയുന്നുണ്ട്, അവനൊരിക്കൽ ഇങ്ങനെ സങ്കടങ്ങളൊക്കെ വരുമ്പോൾ അവിടെ വന്നിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മ വന്നു, അതുകൊണ്ടാണ് എന്തായാലും ഞങ്ങൾ പെട്ടെന്ന് അവനെ കൊണ്ട് വരും, ഞാനിപ്പോൾ പെട്ടെന്ന് ഹരീഷിനെ വിളിച്ച് പറയട്ടെ എന്ന് പറയുകയും അങ്ങനെ സുധീഷ് നിധിയുടെ ഫോൺ കട്ട് ചെയ്തിട്ട് ഹരീഷിനെ വിളിച്ച് പറയും, ഹരീഷെ അവനൊരു കടൽ തീരത്തുണ്ടായിരുന്നു, വളരെ സങ്കടത്തിലാണ് എന്ന് പറയും, ഞങ്ങളിപ്പോൾ തന്നെ 1 മണിക്കൂറിനകം അവിടെ എത്തും എന്ന് പറയുകയും അത് കേട്ടപ്പോൾ ഹരീഷിനും വളരെ സന്തോഷമായി. ഹരീഷും ഒരുപാട് അലഞ്ഞിട്ട് ഒരുപാട് സ്ഥലങ്ങളിലും തൻ്റെ കൂട്ടുകാരുടെയും താൻ പോകാൻ സാധ്യതയുള്ള കടകളിലൊക്കെ കയറി തൻ്റെ ഫോട്ടോ കാണിച്ച് ഇന്ന വ്യക്തി ഇവിടെ വന്നിരുന്നു എന്ന് ചോദിച്ച് ഒരുപാട് വിഷമത്തോടു കൂടി സങ്കടത്തോടു കൂടി വെപ്രാളത്തോടു കൂടി ഹരീഷും ഒരുപാട് അന്വേഷണങ്ങളൊക്കെ നടത്തുന്ന ഭാഗത്താണ് ഈ ഫോൺ കോൾ വരുന്നത്. അതിനുശേഷം കാണുന്നത് നികേഷുമായിട്ട് സുഭാഷും സുധീഷും നേരെ വീട്ടിലേക്ക് ചെല്ലുക. ഈ സമയത്തും ഉറക്കം മാറ്റിവെച്ച് നികേഷിന് വേണ്ടി കാത്തിരിക്കുന്ന നിധിയെയും ഹരീഷിനെയും കാണാം. കാറ് വന്നതേ ഓടിച്ചെന്ന് ഹരീഷ് കാറിൽ നിന്ന് ഇറങ്ങിയ നികേഷിനെ കൈക്കിട്ട് 2 അടിയടിച്ച് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും അടിച്ചിട്ട് നീ എന്നാടാ കാണിക്കുന്നത്, എന്തുവാടാ നീ ചെയ്തത്, നിന്നെ കാണാതെ ഞങ്ങൾ എത്രത്തോളം വിഷമിച്ചെന്നറിയാവോ, ഞങ്ങൾ ഈ നാട് മൊത്തം നിന്നെ അരിച്ചു പറക്കി, എന്തിനാടാ ഞങ്ങളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്ന് ചോദിച്ച്
ഹരീഷ് സ്നേഹത്തോടു കൂടി അവൻ്റെ കൈക്കിടെ നഗേഷിൻ്റെ കൈക്കിട്ട് 2 അടിയൊക്കെ അടിച്ചപ്പോഴത്തേക്ക് അത് സുഭാഷ് പറയണേ എന്നതാടാ കാണിക്കുന്നത്, അവനങ്ങനെ അടിക്കാതെ എന്ന് പറയുകയും ഒരു സ്നേഹം, സുഭാഷിൻ്റെ ഒരു സഹോദര സ്നേഹം അല്ലെങ്കിൽ തൻ്റെ മകൻ എന്ന ഒരു സ്നേഹം പോലെയാണ് സുഭാഷിൻ്റെ ഇടപെടൽ കണ്ടത്. ഒടുവിൽ ഹരീഷ് നിധിക്കും സന്തോഷവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് പെട്ടെന്ന് ഹരീഷിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് വലിച്ചുകൊണ്ടാണ് ഹരീഷ് പോകുന്നത്. ആ സ്നേഹം അവിടെ പ്രകടമാക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം കേട്ടോ. അങ്ങനെ അകത്ത് ചെന്ന് പെട്ടെന്ന് സുഭാഷ് ചെന്ന് വെള്ളം കൊണ്ടുപോയി ഹരീഷിന് കൊടുക്കുകയും ഈ സമയത്ത് വീണ്ടും ഹരീഷിൻ്റെ ആ സ്നേഹം നിറഞ്ഞ സ്നേഹം അവിടെ പ്രകടമാക്കുന്ന കാണാം. അവന് ഹരീഷിനെ അടിക്കുക, നീ ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല, നിനക്ക് ഞങ്ങൾ ചേട്ടനല്ലടാ, ഞങ്ങൾക്ക് നീ അനിയനാണ് എന്നും എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ആവർത്തിച്ച് ഹരീഷിനെ ആശ്വസിപ്പിക്കുകയും ഹരീഷിനെ ഇതൊക്കെ കാണുമ്പോൾ ഹരീഷിനെ നികേഷിനെ ആശ്വസിപ്പിക്കുകയും നികേഷിന് അവരുടെ സ്നേഹം കണ്ടപ്പോൾ തൻ്റെ അമ്മ മറ്റൊരാളാണ് എന്ന് പോലും മറന്നു പോകുന്ന ചില നിമിഷമുണ്ട്. താൻ ഒരമ്മയ്ക്ക് തങ്ങളെല്ലാം ഒരമ്മയ്ക്ക് പെറ്റതാണോ എന്ന് പോലും ചിന്തിക്കുന്ന ഒരു നിമിഷമുണ്ട്. അങ്ങനെ വേദനകളൊക്കെ മാറ്റിയെടുക്കുവാൻ എല്ലാവരുടെയും കൂട്ടായ ശ്രമം ഫലം കാണുകയും ഒടുവിൽ ആ സന്തോഷം അവർ മാക്സിമം എൻജോയ് ചെയ്യുക കേട്ടോ. ഇതിന് ശേഷമാണ് സുധീഷ് ഒരു പ്ലാനിങ് നടത്തുകയാണ്. സുധീഷിൻ്റെ ഒരു ചെറിയൊരു ഉടായ്പ അതിനിടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. ആ സങ്കടമെല്ലാം മാറിയതിന് ശേഷം ഒരു ടൂറ് പോകണം. ആ സമയം പ്രത്യേകിച്ച് സുധീഷിൻ്റെ ഉദ്ദേശം മറ്റൊന്നാണ്. പല കാരണങ്ങളുണ്ട്. ഒന്ന്, ആ ടൂറ് പോവുകയെങ്കിൽ നിധിയോട് കൂടുതൽ സംസാരിക്കുകയും നിധിയുടെ മനസ്സിൽ കയറി പറ്റുവാനും കഴിയും. അതിനോടൊപ്പം നികേഷിൻ്റെ പേര് പറഞ്ഞു വേണം ഈ ടൂറ് പോകുവാൻ. അങ്ങനെ സുഭാഷേട്ടൻ നമ്മളിങ്ങെന്നും ഈ അടുക്കളയും വീടും ഈ ജോലിയുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ. അതുകൊണ്ട് നമുക്ക് നികേഷിന് ഇപ്പം നല്ലൊരു സങ്കടമുണ്ട്. അവൻ്റെ ഈ സത്യം മനസ്സിലാക്കിയതിന് ശേഷം വളരെ സങ്കടത്തിലാണ്. അവനെ നമുക്കൊന്ന് സന്തോഷിപ്പിക്കണം. അതിന് നമുക്കൊരു ടൂർ പോയാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുഭാഷ് പെട്ടെന്ന് സുധീഷിൻ്റെ മുഖത്ത് നോക്കി, സുഭാഷ് കിച്ചണിലാട്ടോ അടുക്കളയിൽ ഇന്ന് ജോലി ചെയ്യുന്ന സമയത്ത്, ടൂറോ എവിടെ പോകാനാടാ എന്ന് ചോദിക്കുകയാണ്. അന്നേരം പറഞ്ഞു, നമുക്ക് ഒരു 2-3 ദിവസം എവിടെയെങ്കിലും പോയി ഒന്ന് കറങ്ങി അവൻ്റെ സങ്കടമൊക്കെ മാറ്റി നമുക്കൊന്ന് എൻജോയ് ചെയ്ത് വരാം എന്ന് പറയും. അപ്പം സുഭാഷ് പറയും, 2-3 ദിവസമോ? 2-3 ദിവസം ഒന്നും പറ്റിയാല, ജോലിയൊക്കെ ഇല്ലേ, അതുപോലെ അവന് കോളേജിലൊക്കെ പോകണ്ടേ, നമുക്ക് ഒരു ദിവസം വേണമെങ്കിൽ പോകാം എന്ന് പറയും. സുഭാഷൻ അന്നേരം സുധീഷ് പറയാം, ഒരു ദിവസം എന്നാലും നമുക്ക് നോക്കാം, 2 ദിവസമെങ്കിലും നമുക്ക് ടൂർ ചെയ്യാം. അത് അവന് സന്തോഷമാകും. ചേട്ടന് അനിയന്മാരുടെ സന്തോഷമാണ് വലുതെങ്കിൽ ഇത് സമ്മതിക്കണം എന്ന് പറയുകയും അങ്ങനെ സുഭാഷിനെ കൊണ്ട് ഒരു വിധത്തിൽ സുധീഷ് അത് സമ്മതം മേടിച്ചെടുക്കുക കേട്ടോ. ബാക്കി ആ സമയത്ത് സുഭാഷ് പറയുന്നുണ്ട്, ഹരീഷൊക്കെ വരുവോടോ, അവനൊക്കെ ജോലി തിരക്കുള്ളതല്ലേ എന്ന് ചോദിക്കുക. അതൊക്കെ ഞാനായിട്ട് സുഭാഷേട്ടനായിട്ട് ഉറപ്പാണല്ലോ, അതുകൊണ്ട് ബാക്കി കേസൊക്കെ സമ്മതമാണല്ലോ, ബാക്കി കേസൊക്കെ ഞാൻ നോക്കിക്കോളാമെന്ന് പറയുകയും അങ്ങനെ അടുത്ത പ്ലാന് ഹരീഷിനെ ചാക്കിലാക്കുക എന്നതാണ് സുധീഷ്. അങ്ങനെ ഹരീഷിൻ്റെ അടുക്കൽ ചെല്ലി ഹരീഷിനോട് പറയാണ്, ഹരീഷെ, നമുക്ക് സുഭാഷേട്ടൻ എന്നും ഈ നമുക്ക് വേണ്ടി ഒരുപാട് ജോലി, അവിടെ ഹരീഷിൻ്റെ മുൻപിൽ സുഭാഷേട്ടനെ കൂടെ ഒരു കരുവാക്കുന്ന സുധീഷിൻ്റെ തന്ത്രപരമാകുന്ന നീക്കങ്ങളൊക്കെ ആണ് കേട്ടോ. ഹരീഷിനോട് പറയാണ്, ഹരീഷൻ, നമുക്ക് സുഭാഷേട്ടൻ ഒരുപാട് ദിവസം ഇങ്ങനെ എന്നും ജോലിയും നമ്മുടെ കാര്യങ്ങൾ നോക്കിയും ആഹാരം ഉണ്ടാക്കി ആ കിച്ചണും പണി സൈറ്റും മാത്രമായിട്ട് നിൽക്കുക. നമുക്കിതിനകത്തൊക്കെ റിലീസിങ് വേണ്ട, അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം വേണ്ട. അതുകൊണ്ട് നമുക്കൊരു ടൂറ് പോയാലെന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് ഹരീഷ്, ടൂറോ? ഞാനൊന്നുമില്ല, എനിക്ക് പറ്റിയല്ല, എനിക്ക് ജോലി തിരക്കുണ്ട് എന്ന് കടിച്ചു മുറിച്ച് പറയാം. അപ്പോൾ ഹരീഷ് പറയണേ, നീ ഒന്ന് ഓർക്കണം, നമ്മുടെ സുഭാഷേട്ടൻ അത്രത്തോളം നമ്മളെ കഷ്ടപ്പെട്ടില്ല നോക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പം നികേഷിൻ്റെ കാര്യം വളരെ സങ്കടത്തിൽ, അവനെ ഒന്ന് സന്തോഷിപ്പിച്ചെടുക്കണം. അവൻ ആ സത്യം മനസ്സിലാക്കിയതിന് ശേഷം അവൻ എന്ത് ചെയ്യുമെന്ന് ഇനിയും അവൻ പോകില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവനെ ഒന്ന് ഹാപ്പിയാക്കണം. അതുകൊണ്ട് നിനക്ക് പറ്റുമെങ്കിൽ അതൊന്ന് സമ്മതിക്കാൻ പറയുകയും ഒടുവിൽ നികേഷിൻ്റെയും സുഭാഷിൻ്റെയും കാര്യം പറഞ്ഞപ്പം ഹരീഷും ശരി സമ്മതിച്ചു. അപ്പോൾ ഈ ചിലവൊക്കെ ഒന്ന് ചോദിക്കുമ്പോൾ ചിലവ് കേസെല്ലാം ഞാനേറ്റും എന്ന് പറയാം. നിങ്ങൾ ഏറ്റതാണെങ്കിൽ അത് നടന്നത് തന്നെയാണ്, നിങ്ങളേക്കണ്ട, മൊത്തത്തിൽ നമുക്ക് ഷെയർ ഇട്ട് നമുക്ക് ടൂർ വേണമെങ്കിൽ പോകാം എന്ന് പറയാം. അപ്പോൾ പറഞ്ഞു, വേണ്ട, ഇത് ഞാനായിട്ട് പ്ലാൻ ചെയ്ത ടൂറാണ്, അതുകൊണ്ട് ഞാൻ തന്നെ ഇത് ചെയ്തോളാം, നിങ്ങൾ ഒരു കാശും മുടക്കണ്ട, നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് പറയാണ്. അപ്പം അങ്ങനെ ശരി, എന്നാൽ ശരി, കണ്ടറിയാം എന്ന് പറയാം. എന്തായാലും ഒടുവിൽ എല്ലാവരും കൂടെ നിന്ന് ഹാളിൽ വെച്ച് പ്ലാൻ ചെയ്യുകയാണ്. സുഭാഷേട്ടൻ പറയാം, ഹരീഷെ, സുധീഷ് ഒരു ടൂറിൻ്റെ കാര്യം പറഞ്ഞ്
എങ്ങനെയാണെന്ന് ചോദിച്ചു. പോകാൻ ചേട്ടാ എന്ന് പറയാണ്. അപ്പം പെട്ടെന്ന് നമ്മുടെ നികേഷിനോട് ചോദിക്കുക, നികേഷ് നമുക്ക് പോകണ്ട, ടൂറ് പോകണ്ടടാ, എല്ലാവർക്കും കൂടെ ഒന്ന് കുറച്ച് എല്ലാ ദിവസവും ഇവിടെ തന്നെയല്ലേ, നമുക്കിന്ന് വെളിയിലൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറയാം. അപ്പം എന്തായാലും നികേഷ് പറഞ്ഞു, ഞാൻ സമ്മതമാണ്, എനിക്ക് സമ്മതമാണ് സുഭാഷ് ഏട്ടാ, ഞാൻ ഹാപ്പിയാണ് എന്ന് പറയുകയും അങ്ങനെ മനസ്സിലെ സങ്കടങ്ങളൊക്കെ ഒതുക്കി വെച്ച് ആ ടൂറിന് തനിക്കും പൂർണ്ണ സമ്മതമാണെന്ന് കാണിക്കുകയും അതിനുശേഷം പറയാം, നമ്മൾ മാത്രം പോരല്ലോ, നിധിയും കൂടെ കൊണ്ടുപോകണ്ടേ എന്ന് പറയാം. അപ്പോൾ സുധീഷ് പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിധി വരികയല്ല, എന്നോട് ദേഷ്യം, അതുകൊണ്ട് സുഭാഷ് ഏട്ടൻ പറഞ്ഞാൽ മതി, സുഭാഷ് ഏട്ടൻ പറഞ്ഞ് സമ്മതിപ്പിച്ചെടുക്കണം എന്ന് പറയും. അങ്ങനെ സുഭാഷ് നിധിയോട് പറയാം, നിധി നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു 2 ദിവസം കറങ്ങാൻ പോകണം, ടൂർ പോകണം എന്ന് പറയണം. അപ്പം നിധി പറയാണ്, അയ്യോ സുഭാഷ് ഏട്ടൻ നിങ്ങൾ പോയിട്ട് പോവാ, ഞാൻ വരുന്നില്ല, വന്നാൽ ശരിയാവില്ലെന്ന് പറയാണ്. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും പറയണം, അതെങ്ങനെ ഏട്ടത്തി ശരിയാകുന്ന, ഏട്ടത്തിനെ മാത്രം ഇവിടെ നിർത്തിയിട്ട് ഞങ്ങൾ പോകാൻ പറ്റുമോ, ഞങ്ങൾക്കിന്ന് എല്ലാത്തിനും ഒരു സ്വാതന്ത്ര്യം വേണമല്ലോ എന്നോർത്തായി ടൂർ പ്ലാൻ ചെയ്ത്. അപ്പോൾ ഏട്ടത്തെയും വരണമെന്ന് പറയുകയും നിർബന്ധിക്കുകയും അങ്ങനെ നിധിയും സമ്മതം മൂളുക. അങ്ങനെ എല്ലാവരും കൂടെ കൂടി 5 പേരും കൂടെ കൂടി ഒരു 2 ദിവസത്തെ ടൂർ പ്ലാൻ ചെയ്യുകയും അങ്ങനെ ആ ടൂറിന് പോകുന്ന ഒരു മനോഹരമാകുന്ന രംഗങ്ങളൊക്കെ ആയിരിക്കും അവിടെ ചെല്ലുമ്പോൾ. വളരെ ട്വിസ്റ്റ്, സന്തോഷിക്കുവാൻ പോയ സുഭാഷിനും സുധീഷിനും ഹരീഷിനും നിധിക്കും നികേഷിനുമൊക്കെ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാകുകയും ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു എപ്പിസോഡുകളൊക്കെ ആയിരിക്കും വരുന്ന ദിവസം കാണാൻ പോകുന്നത്. ഇത് നമ്മൾ ഒരു ദിവസം പറഞ്ഞതാണ്, ഒരുപാട് നീട്ടി നമ്മൾ ഒരുപാട് അകലെ നമ്മൾ ഒരുപാട് എപ്പിസോഡുകൾ നമ്മൾ അപ്കമിങ് വിശേഷങ്ങളായി പറഞ്ഞു പോയി. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും തിരിച്ചു വന്ന് ഈ വിശേഷങ്ങൾ പറയുന്ന, ഇപ്പോൾ നടക്കാൻ പോകുന്ന വിശേഷമായിട്ട് നിങ്ങളിതിനെ കണ്ടാൽ മതി. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.